ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത അതുൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ മുഗൾ ഗാർഡനിലാണ്. അവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്തോട്ടോ. ഇവിടെ എത്ര ടിക്കറ്റിന്? മുഗൾ ഗാർഡൻ ആൻഡ് നിഷാന്ത് ഗാർഡൻ എന്നും പറയും കേട്ടോ അതിനെ. അതെന്താ വെച്ചാൽ ഈ കന്നഡ കാശ്മീരിൽ നിഷാന്ത് ഗാർഡൻ, കാശ്മീരിൽ പറയുന്നത് നിഷാന്ത് ഗാർഡൻ എന്നും, നമ്മളെപ്പോലെയല്ല, നമ്മൾ പുറത്തു വരുന്ന ആൾക്കാർ പറയുന്നതാണ് മുഗൾ ഗാർഡൻ എന്നുമാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ഗാർഡൻ ആണെന്നല്ലേ പറഞ്ഞത്, വലിയ ഗാർഡൻ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉള്ളിൽ കയറി നോക്കിയാൽ അറിയാം അവസ്ഥ. ടിക്കറ്റിന് എത്ര രൂപയാ? 13. ഓക്കെ, ഒരാൾക്ക് 30 രൂപ കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് എൻട്രി. അപ്പോൾ എക്സിറ്റ് അത് അവിടെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഇതിലേക്ക് കയറാണ്. കുഞ്ഞാപ്പി ഉറക്കത്തിലാട്ടോ. അതാ ആൾ നല്ല ഉറക്കത്തിലാണ്. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും ആൾ കിടന്ന് നന്നായിട്ട് ഉറങ്ങി. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ടൗൺ ബ്ലോക്കും ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, കണ്ണേട്ടാ, നമ്മളെ നാട്ടിലുണ്ടാവില്ല ഒരു പൂച്ചവാല് പോലെ തോന്നുന്ന ഒരു സാധനം, ഒരു ഫ്ലവർ കേട്ടോ. ഇത് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പേരൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. കണ്ടോ, നാട്ടിൽ ഞങ്ങളെ നാട്ടിൽ പറയുന്ന കേട്ടോ പൂച്ചവാല് എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ട്. അപ്പോൾ അതിന് പറയുന്ന പേരാ കണ്ണേട്ട. ചെട്ടിയല്ല, മല്ലി നമുക്ക് കണ്ടോ അവിടെ കാണുന്നുണ്ട് ഒരു മല്ലി. നമ്മുടെ നാട്ടിലെ മല്ലില്ലേ, അതുപോലുള്ള മല്ലി തന്നെയാണല്ലോ അത്. പക്ഷെ കളർ ചേഞ്ച് ആട്ടോ. ഒരു ഓറഞ്ച്, ഇതിൻ്റെ അകത്ത് ഏതാ കളർ കാണുന്നത് എനിക്കറിയത്തില്ല. നേരിട്ട് കാണാൻ ഒരു ഓറഞ്ച് ഷെയ്ഡാട്ടോ ഈ കളറ് മല്ലി. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടിപൊളി. ഇതാട്ടോ ഗാർഡനിലേക്കുള്ള എൻട്രൻസ്. മെയിൻ എൻട്രൻസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള എൻട്രൻസ് ഇതാണ്. ഓ, ഇതാണ് മുഗൾ ഗാർഡൻ. ഓരോ റോസ് പൂവിൻ്റെ വലുപ്പൊക്കെ ഇതൊക്കെ എന്ത് ചെടി? ഈ റോസ് പൂ നോക്കും ഗൈസ്, എന്ത് വലുതാ നോക്കിയേ. അതുപോലെ റോസ് പൂവിൻ്റെ മരാട്ടോ, അതായത് തണ്ട് കണ്ടു. അത് നോക്കൂ, സൂര്യകാന്തി. നല്ല രസമല്ലേ കട? അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. റോസ് പൂവിൻ്റെ ഇഷ്ടം പോലെ കളർ ചേഞ്ചസ് ഉണ്ട്. എന്ത് രസമാണ് കാണാൻ. ഇതിൽ പലതും ഞാൻ ആദ്യമായിട്ട് കാണുന്നതാ. ഇതൊക്കെ ഉണ്ടോ? അടിപൊളി. വൈറ്റ് കളർ റോസ്. കണ്ടിട്ട് ഇത് വൈറ്റ് കളർ റോസ് അല്ലേ കാണുന്നത്? പക്ഷെ അതേ തണ്ട് തന്നെയല്ലേ ബാക്കിൽ പിങ്കും വരുന്നത്? അറിയത്തില്ല. ഇതൊക്കെ നാട്ടിലുണ്ട്. ഇനിയൊന്നും പേരെന്താ എനിക്ക് അറിയില്ല കേട്ടോ. നാട്ടിലുണ്ട്, വീട്ടിലുണ്ട്, അങ്ങനെ ഉണ്ട്. അയ്യോ, ഓക്കെ. ഇതാ പിന്നെ അതുപോലെ ഇതാ നോക്കി, ആ മരം കണ്ടോ? അതിൻ്റെ മുകളിൽ നോക്കിയ ഒരു പൂ കണ്ടോ? വൈറ്റ് കളറിൽ കാണുന്നുണ്ടോ? ഓക്കെ, കണ്ടോ? നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്ത് മരാന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്.
കുഞ്ഞാപ്പി നല്ല ഉറക്കം, അവൾക്ക് ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ല. കണ്ണട ഫോട്ടോ എടുക്കുന്നത് ചോദിക്കട്ടോ. ഇവിടുന്ന് അതെ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. കാണുന്നുണ്ടോ കുറേ ഡ്രസ്സസ്? അപ്പോൾ ആ ഡ്രസ്സ് വിയർ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ കണ്ണട അതിന് ഇത്ര റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. പിന്നെ ചോദിച്ചു കുടുങ്ങിപ്പോയി, അത് അയാളെ വിടുന്നില്ല കേട്ടോ, ഞങ്ങളെ വയ്യാളെ കുടിക്കിന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ് ഫോട്ടോസ് എടുക്കാൻ എത്രയാണ്. ഉണ്ടോ ഫുൾ ഫ്ലവേഴ്സിൻ്റെ തന്നെ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ ഫ്ലവേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടമാവും, കാരണം അത്രയും വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. കണ്ണേട്ടൻ എന്തൊക്കെയോ ഹിന്ദിയിൽ പറയുന്നുണ്ട്, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ സംസാരിക്കുകയാണ്. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫോട്ടോ ഇത്രയാണ് അങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ പറയാണ്. നോക്കട്ടെ എത്ര ഒരു റേറ്റ് പറയുന്നത് എന്നുള്ളത്. റേറ്റ് പറഞ്ഞിട്ട് അത് അവർ ഞങ്ങളെ കാത്തിക്കാൻ തോന്നുന്നുണ്ട്, ആൽബം കൊണ്ട് ഫോട്ടോസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഞങ്ങൾ ഫോട്ടോൻ്റെ റേറ്റൊക്കെ ചോദിച്ചു, പക്ഷേങ്കിൽ കുഞ്ഞാപ്പി ഉറങ്ങുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ എടുക്കുന്നില്ല. ചില ആൾ എണീച്ചിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. കണ്ണട എത്രയായിരുന്നു പറഞ്ഞത് ഫോട്ടോയ്ക്ക്? 200 and 250 ആണ് പറഞ്ഞത്. ഡ്രസ്സ് അടക്കമാണോ? ആ ഡ്രസ്സ് അടക്കം ആണ് ആ റേറ്റ്. അത് വലിയ കുഴപ്പമില്ലല്ലോ, ഡ്രസ്സിൻ്റെ റെൻറ്റും കൂടി വരുന്നല്ലേ. അപ്പം ഇവള് കുഞ്ഞാപ്പി എണീച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കണം എന്നുണ്ട്. നല്ല ഉറക്കം, രാവിലെ ഇന്ന് എന്താ അറിയില്ല, നല്ല ഉറങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ആ നിൽക്കുന്ന ചേട്ടനെ കണ്ടോ, പേസ്റ്റൊക്കെ ഇത് എടുക്കുന്ന ചേട്ടനതാ. ആ ചേട്ടൻ സംസാരിച്ചിട്ടോ, മീൻസ് തമിഴ്നാടാണോ ചോദിച്ചു. പിന്നെ അപ്പോൾ തമിഴ്നാടല്ല, കേരളയാണ്, മലയാളമെന്ന് പറഞ്ഞപ്പോൾ ഓലർ നമസ്തേ, നമസ്കാരം, സുഖമാണോ ഒക്കെ ചോദിച്ചിട്ടോ ചേട്ടൻ. ആ ചേട്ടൻ എൻ്റെ കുഞ്ഞാപ്പിക്ക് കൊടുത്തതോ, ഒരു ഫ്ലവറും കൊടുത്തു. ഗാർഡൻ ക്ലീനിങ്ങിൻ്റെ ഒക്കെ ആളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണേട്ടൻ എന്താ ഓക്കെ, അതിൻ്റെ മേലെ കൂടെ കണ്ട ഒരു വ്യക്തി നടക്കുന്നത് കണ്ണേട്ടനാട്ടോ. അതിൻ്റെ മുകളിൽ കയറി വരിക. എന്നെ ആവുന്നത് വിളിച്ചു, ഞാൻ പോയിട്ടില്ല, കാരണം ആവായില്ല. പിന്നെ കുഞ്ഞാപ്പി ഉറങ്ങല്ലേ, അവൾ എണീച്ചതാണെങ്കിൽ പിന്നെ ഒന്ന് പോകായിരുന്നു. അപ്പോൾ അവൾ ഉറങ്ങായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇല്ല പറഞ്ഞു, കണ്ണേട്ടൻ മാത്രം പോയതാണ്. അതാ അവിടെ നിന്നിട്ട് എസ് കണ്ടോ, എൻ്റെ കുട്ടാപ്പി എണീച്ചിട്ടുണ്ട്. പൊന്നെ എവിടെയല്ലേ? കുഞ്ഞിന് ഒങ്ങല്ലേ, കുറേ പൂപ്പുണ്ടല്ലോ. ദാ ഒരു പൂപ്പു ഞാൻ തന്നടാ, കണ്ടോ പൂപ്പു വേണ്ട. ആളോ ഉറങ്ങി എണീച്ച ഒരു ഇതില്ല. കുഞ്ഞാപ്പി നോക്കിയേ, ഇങ്ങോട്ടേ നോക്കിയേ. അപ്പം ഞങ്ങളിതാ കുഞ്ഞിന് കഞ്ഞി കൊടുത്തു. അപ്പോൾ കുറച്ച് വേസ്റ്റ് ഉണ്ട്, അത് ഇതാക്കണം. പിന്നെ എന്താ കുഞ്ഞ് എണീച്ചിട്ടോ, അവൾക്ക് ഇത്തിരി കഞ്ഞി കൊടുത്തു, കഞ്ഞി ഇത്തിരി എടുത്തിനു. പിന്നെ കുടിച്ചില്ല, കുറച്ച് കൊടുത്ത് ഞങ്ങൾ നിർത്തി. അങ്ങനെ ഇനിയിപ്പോൾ അതാ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാണ്. കണ്ണട ഇനി ഇറങ്ങാണ്, എക്സിറ്റ് ആണോ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഈ വഴി കേട്ടോ എക്സിറ്റ് വരുന്നത്, ഇതിലെ നേരെയാണ് എക്സിറ്റ്. കുഞ്ഞാപ്പി ഓയ് ഓയ് ലഡു, അവൻ്റെ ലഡു 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 ലഡു. ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഫുൾ വ്യൂ, ഈ ഗാർഡൻ്റെ ഫുൾ വ്യൂ കിട്ടും. കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഫോട്ടോ എടുക്കാൻ പോവാണ്. എൻ്റെ കോലം നോക്ക്. ഇതാ കണ്ണേട്ടനും കുഞ്ഞനും ഉണ്ട് കേട്ടോ. കുഞ്ഞനെ ഇതാ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. हो गया बच्चे का
കണ്ണേട്ടൻ എന്താ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാട്ടോ. കണ്ണേട്ടൻ ഡ്രസ്സ് ഇതാണ്. ഒന്നും കൂടെ നോക്കിയേ, ശുണ്ടറിനായിട്ടുണ്ട്. ശുണ്ടർ ഇത് നമുക്ക് ലൈഫ് ലോങ് ഇങ്ങനെ ആക്കിയാലോ? ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ. മഞ്ഞ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിനെക്കുട്ടി നല്ല വെളുത്തിട്ടുമാണ്. അയ്യേ, ഇതാരത്? നല്ല രസമുണ്ട്. കുഞ്ഞാപ്പിനെ നോക്കിയ, കുഞ്ഞാപ്പി ഇത് നീ ഈശ്വര, ഇവൻ അടിയിലുണ്ട്. കണ്ണേട്ടൻ എടുക്കുന്നത് കണ്ടോളൂ. കണ്ണേട്ടാ, ഇത് നേരത്തെ ആവായിരുന്നു. അതാ എന്നോട് കുഞ്ഞാപ്പിനെ പോലെ തന്നെ ഒരു കുഞ്ഞുവാവ അതാട്ടോ. ഇവരാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഇത്രയും ഡ്രസ്സുകളുണ്ട്. നമുക്ക് ഡ്രസ്സ് ഇതിൽ ഏതാ വേണ്ട വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ഫോട്ടോ എടുത്തു കേട്ടോ. ഫോട്ടോ എടുക്കാൻ ഗാർഡനിൽ പോയി ജസ്റ്റ് 2-3 ക്ലിപ്സേ ഉള്ളൂ. അപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രിന്റ് ഞങ്ങൾക്ക് തരും. പ്രിന്റും തരും. പിന്നെ ഫോണിൽ വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്നു. അപ്പോൾ നടന്നില്ല. ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാപ്പി ചിരിക്കുന്നു. ആരോടെ ചിരിക്കുന്നത്? അമ്മയുടെ ചുണ്ടരി. ഓക്കെ, അപ്പോ നോക്കട്ടെ. ഇത് ഫോട്ടോയാ. ഞങ്ങൾ ഫോട്ടോ എടുത്തതിന് ഏകദേശം എത്ര 6 ഫോട്ടോസിനാണ് കണ്ടേട്ടാ. 6 ഫോട്ടോസിന് 1000 രൂപ ആയിട്ടോ. അപ്പം ഞങ്ങൾ അതിൻ്റെ പ്രിന്റ് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ. പ്രിന്റും ഉണ്ട്, ഫോണിൽ വാട്സപ്പും ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് ഫോട്ടോ കിട്ടിയതിൻ്റെ പ്രിന്റ് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പം ഇനി പ്രിന്റ് വാങ്ങിക്കണം. പിന്നെ ഫോണിലേക്ക് പോലും സോഫ്റ്റ് കോപ്പി ചെയ്ത് തന്ന് ഫോണിൽ ഫോട്ടോസൊക്കെ. പിന്നെ ഇപ്പോൾ അതാ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഒരു ചെറിയ മഴേൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇടിയുണ്ട്. അപ്പോൾ മഴ പെയ്യുമെന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി സോഫ്റ്റ് കോപ്പി ഫോട്ടോൻ്റെ പ്രിൻറ്റും കൂടി എടുത്ത് പ്രിൻറ്റ് വാങ്ങിച്ച് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഏകദേശം ഞങ്ങളിവിടെ കണ്ടിട്ട് നമ്മൾ 10 മണിയൊക്കെ ആകുമ്പോൾ കയറിയില്ലേ? 10 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളിവിടെ കയറി. ഇപ്പോൾ സമയം 11:30 ആവാനായി. 1-1.5 മണിക്കൂർ തന്നെ ഇവിടെ നിന്ന് കേട്ടോ. അത്യാവശ്യം നല്ല പ്ലേസാണ്. അപ്പോൾ അടുത്ത ഫോട്ടോസിൻ്റെ കോപ്പി കൂടി ആയിട്ട് കാണിച്ചത്. ഞങ്ങളിതാ ഫോട്ടോൻ്റെ പ്രിൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാ അവിടെ കണ്ടോ ഒരു ഷോപ്പ് കണ്ടോ? ലോറി വരുന്നതിൻ്റെ നേരെ ബാക്കിലതാ അവിടെ കോംപ്ലക്സ് കണ്ടില്ലേ? ഷോപ്പിംഗ് കോംപ്ലക്സ് നിശാന്ത്. അപ്പോൾ അവിടെ നിന്നാണ് കോപ്പി വാങ്ങിക്കേണ്ടത് ഫോട്ടോൻ്റെ. അവരുടെ ഷോപ്പ് ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് കോപ്പി വാങ്ങിക്കണം. ടിക്കറ്റ് കൗണ്ടർ ഇതാണേ. ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു കോംപ്ലക്സ് ഇതാട്ടോ. ഇവിടെ ഏതാ കേട്ടോ ഫോട്ടോ പ്രിന്റ് തരാമെന്ന് പറഞ്ഞ ഷോപ്പ്. ये ऊपर वाला शॉप है, इसी लाइन में ऊंचा वो जो गॉगल वाला है ना, जो गॉगल वाला है ना, ये वही उसी के पास फूड मिल जाएगा. ഇവിടുന്നും പോണോ? ഫോട്ടോ എടുക്കുന്നതിനെക്കാളും പാടാൻ തോന്നുന്നു അതിൻ്റെ പ്രിന്റ് വാങ്ങിക്കാൻ. ഇവിടെയാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളെ നിശാന്ത് ഗാർഡൻ, അതായത് മുഗൾ ഗാർഡൻ, ഇവിടുത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇനി പോകാൻ നിൽക്കുകയാണ്. ഞങ്ങളെ കാർ ഇതാ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുകയാണ്. ഏട്ടൻ്റെ കയ്യിലിതാ ഫോട്ടോസ്. അപ്പോൾ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്, ഞങ്ങളെ ഫോട്ടോസൊക്കെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അടുത്ത ഡെസ്റ്റിനേഷൻ കാണാം. ഓക്കെ.